ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിധിയും കൂട്ടരും കൂടി സുഭാഷ് ഏട്ടന് വിവാഹം ആലോചിക്കാനായിട്ട് സുനന്ദയുടെ വീട്ടിലെത്തുകയാണ്. അവിടെ വെച്ചിട്ട് സുനന്ദയുടെ അമ്മയും അച്ഛനും എല്ലാം നന്നായിട്ട് അപമാനിച്ച് എല്ലാവരെയും ഇറക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ ആകെ വിഷമിച്ച് തിരിച്ചു വരികയാണ് നമ്മുടെ നിധിയും കൂട്ടരും. അപ്പോൾ ഭാസ്കരൻ്റെ വകയും അതുപോലെ സുഭാഷിൻ്റെ വകയൊക്കെ നല്ല ചീത്ത കേൾക്കുകയാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ അവിടെ പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ശേഷവും നമ്മുടെ നിധി ഒരു തീരുമാനം എടുക്കുകയാണ്. എപ്പോഴും ഇതോർത്ത് കരഞ്ഞു മാത്രം നിൽക്കാനായിട്ട് കഴിവുള്ള ഒരാളാണ് സുനന്ദ. സുനന്ദയെ പറഞ്ഞു മാറ്റി എങ്ങനെയെങ്കിലും സുഭാഷിയനോടൊപ്പം ഇറങ്ങി വരണമെന്നും കല്യാണം കഴിക്കണമെന്നും ഒക്കെ പറഞ്ഞ് തിരിക്കുകയാണ് നമ്മുടെ നിധി. അങ്ങനെ സുനന്ദയും ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. സുഭാഷ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ബാഗും സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തിട്ട് ഒളിച്ചോടി ഇറങ്ങി പോരുകയാണ് നമ്മുടെ സുനന്ദ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സുനന്ദയുടെ വീട്ടിൽ നിന്ന് നാണം കിട്ട് വരുന്ന നിധിയെയും കൂട്ടരെയും ഭാസ്കരൻ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. നിനക്കൊന്നും ഒരു പണിയില്ലാഞ്ഞിട്ടാണോടാ നീയൊക്കെ അവിടെ പോയത്? നിനക്കൊക്കെ അറിയില്ലായിരുന്നു അവരുടെ സ്വഭാവം. നാണമില്ലാതെ എല്ലാം കൂടെ പോയിരിക്കുന്നു കല്യാണം ആലോചിക്കാൻ. ഈ കുടുംബം എങ്ങനെയെങ്കിലും നശിച്ച് കാണണമെന്നും ഞാനും എൻ്റെ മക്കളും തെരുവിലേക്ക് ഇറങ്ങണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരവർ. അങ്ങനെയുള്ളിടത്തേക്ക് വീണ്ടും വിവാഹം ആലോചിച്ച് ചെല്ലാൻ നിനക്കൊന്നും നാണയില്ലേ? ദേ ഈ നിധി പറഞ്ഞ അത് കേൾക്കുമ്പോഴേ ചാടി പുറപ്പെടാൻ നിനക്കൊന്നും മടിയില്ലടാ. നിനക്കൊക്കെ സത്യാവസ്ഥ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് സുധീഷിൻ്റെയും അതുപോലെ നികേഷിനെയും ഹരീഷിനെയും ഒക്കെ ചീത്ത പറയാണ് ഭാസ്കരൻ. അത് കഴിയുമ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് കൂടി എത്തുകയാണ്. സുഭാഷ് പിന്നെ പറയാത്ത ഒന്നുമില്ല കേട്ടോ. സുഭാഷ് പൊട്ടിത്തെറിക്കുകയാണ് എല്ലാവരുടെയും നേരെ. നിധിയോട് പറയുന്നുണ്ട്, മോളെ നിനക്ക് അവരെയൊന്നും അറിയില്ല, അവരുടെ സ്വഭാവം അറിയില്ല. ആ കുടുംബക്കാരും ഞങ്ങളുടെ കുടുംബക്കാരും തമ്മിൽ ഒരിക്കലും ഒത്തുപോകാനൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ പോയി അവരുടെ മുമ്പിൽ നാണം കെട്ടിട്ട് വന്നത്? നീയും എൻ്റെ അനിയന്മാരും ഒക്കെ അവിടെ പോയി നാണം കെട്ട് വരുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നിങ്ങളിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ സുഭാഷും. അതേസമയം നമ്മുടെ സുഭാഷിനാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. സുഭാഷിൻ്റെ മനസ്സിൽ സുനന്ദ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സുനന്ദയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സുഭാഷ് നല്ല വിഷമമുണ്ട്. പക്ഷേ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് സുഭാഷിനെ അറിയുകയും ചെയ്യാം. അങ്ങനെ സുഭാഷ് വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നിധി ചെന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ ക്ഷമിക്കണം, അവരോട് ഞാൻ പറഞ്ഞ് അവരെ ഞാനാ കൂട്ടിക്കൊണ്ട് പോയത്. അവർ വരുന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞതാ, എങ്കിലും നിർബന്ധിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് പോയതാന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ അതങ്ങ് വിട്ടേരെ. സുനന്ദയെ എനിക്കിഷ്ടമായിരുന്നു നേരത്തെ മുതൽ, പക്ഷെ ഞാനതൊരിക്കലും പുറത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ റിസപ്ഷന് അവൾ വന്നപ്പം അവൾ എന്നോട് തുറന്നു പറഞ്ഞു അവൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അന്ന് അവളത് പറഞ്ഞതിൽ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അതിനുശേഷം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവളുടെ വീട്ടുകാരൊരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവരെയൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാനുള്ള ധൈര്യം സുനന്ദയ്ക്കില്ലാത്താനും. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ ബന്ധത്തെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കേണ്ട മോളെ എന്ന് പറയാം. അപ്പോൾ ഉടനെ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ അന്ന് നമ്മൾ ആ വിവാഹം മാട്രിമോണി കണ്ട് പോയില്ലേ, പക്ഷേ അത് ശരിയായില്ല. പക്ഷേ ഇനി വേറൊരെണ്ണം ഒത്തുവന്നാൽ നമുക്കത് നടത്താമെന്ന് പറയാണ്. സുഭാഷ് പറയുന്നുണ്ട്, ശരിയാ മോളെ, നീ ആലോചിച്ചു, ഏതിനും ഞാൻ സമ്മതമാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി മാട്രിമോണിയിൽ മറ്റൊരു വിവാഹാലോചന കൂടി സുധീഷിന് കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് സുധീഷിനോടും അത് അനിയന്മാരോട് പറയാണ് നിധി. പിന്നെ മാട്രിമോണി വഴി സുഭാഷിനായിട്ട് ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ് നിധി. അങ്ങനെ ആ പെണ്ണിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് നിധി. അപ്പോൾ പറയുന്നുണ്ട്, ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നമുക്ക് കാണാം, പയ്യനെ കാണാം, അവിടെ വെച്ച് സംസാരിക്കാമെന്നൊക്കെ പറയാം. അപ്പോൾ നിധിക്ക് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നിധി സുഭാഷ് ഏട്ടനോടും സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടും ഒക്കെ ഈ വിവരം ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് പോകാം, അവിടെ ആ പെൺകുട്ടിയും ബ്രദറും കൂടി വരും, അങ്ങനെ ആവുമ്പം അവരുമായിട്ട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയാം. അപ്പം നിധിക്ക് നല്ല സന്തോഷമായിട്ട് സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ട് ഇവർ പോവുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഇവർ വെയിറ്റ് ചെയ്യുക. ആ സമയം ആ പെൺകുട്ടിയും ഒരു പയ്യനും കൂടി വരുന്നുണ്ട് കേട്ടോ. അവർ നല്ല രീതിയിൽ വന്ന് എല്ലാം പരിചയപ്പെടുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ സുഭാഷിന് വേണ്ടിയിട്ടാണ് പെണ്ണ് എന്നുള്ള ധാരണ പറയുമ്പോഴേ ഉടനെ തന്നെ സുഭാഷിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ആ പെൺകുട്ടി പറയണം. ആ പെൺകുട്ടിയും കൂടെ വന്ന പയ്യനും കൂടി സുഭാഷുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. സുഭാഷ് ശരിക്കും പറഞ്ഞാൽ ഒരു പഴഞ്ചനായതുകൊണ്ട് തന്നെ
ആകെ മൊത്തം ബോറടിക്കുകയാണ് ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ സുഭാഷിനോട് സംസാരിക്കുന്നത്. പെൺകുട്ടി മാത്രമല്ല, കൂടെ വന്ന പയ്യനും ആ രീതിയിലാണ്. രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ സുഭാഷിനെ ഇട്ട് കളിയാക്കുന്നുണ്ട്. എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പം കൽപ്പണിയാണ് എന്നൊക്കെ പറയുമ്പം വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്ത് അവർ ചിരിക്കുന്നുണ്ട്. ഇതൊന്നും പാവം സുഭാഷിനങ്ങ് മനസ്സിലാവുന്നുമില്ല. അതുപോലെ ഏതൊക്കെ തരം സിനിമകളാണ് കാണുന്നത്, ഏതൊക്കെ സ്ഥലത്താണ് ട്രിപ്പ് പോയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സുഭാഷിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നിരിക്കുന്നതാണെന്ന്. ആ പെൺകുട്ടിയേക്കാൾ കൂടുതലും ആ പയ്യനാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിധിയും അനിയന്മാരും അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം പറയുന്നുണ്ടേ, ഇതെന്താ ഇത്, ആ ബ്രദർ എന്ന് പറയുന്ന ആളാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ സുഭാഷ് എന്നോട് പുള്ളിയാണ് സംസാരിക്കുന്നത്. എന്താ ഇവർക്ക് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളതെന്ന് പറയാം. അപ്പം നിധി പറയാം, അതെ ബ്രദറല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. എല്ലാം ചോദിച്ച് മനസ്സിലാക്കട്ടെ, അങ്ങനെ ആവുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാം ഓക്കെ ആവുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് ഇത് നടക്കില്ല എന്നോർത്ത്. അതേസമയം ആ പെൺകുട്ടി ഓരോ കാര്യത്തിനും സുഭാഷിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇവരതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകാണ് ആ പെണ്ണിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത്. അങ്ങനെ വണ്ടിയിലിരിക്കുമ്പം സുഭാഷ് ചേട്ടനോട് ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടാ, ആ പെൺകുട്ടി എന്താ നിങ്ങളോട് അത്രയും നേരം സംസാരിച്ചത്? ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ആ കൂടെ വന്ന പയ്യനാണല്ലോ സംസാരിച്ചതെന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെ അയാളാണ് എന്നോട് സംസാരിച്ചത്. എന്തോ ആ പെൺകുട്ടിയും അയാളും സംസാരിച്ചതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറയുകയാണേ. അപ്പം ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നികേഷ്, അതെന്താ ചോദിച്ചത്, ആ കൂടെയുള്ള പയ്യൻ ആരാണെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറയാം, അതേ എടാ, അത് എന്താ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം, ആ ബെസ്റ്റി എന്നാ പറഞ്ഞതെന്ന് പറയുക. ബെസ്റ്റി എന്ന് കേൾക്കുമ്പം തന്നെ നിധിക്കും ആ നികേഷിനും അതുപോലെ തന്നെ സുധീഷിനും ഒക്കെ മനസ്സിലാകുകയാണ് അതത്ര പന്തിയായ ഒരു റിലേഷനൊന്നും അല്ല, ബ്രദറും അങ്ങനെ ആരും അല്ലല്ലോ. വല്ലാത്ത രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നതും സുഭാഷിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴേ ഇവർക്ക് മനസ്സിലാകുകയാണ് ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല എന്ന്. അപ്പോൾ ബെസ്റ്റിയോ എന്നുള്ള രീതിയിൽ ഇരിക്കുക. ആ അതെ ബെസ്റ്റി എന്ന് സുഭാഷ് പറയുക. എന്നിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, നിങ്ങളെന്താ അത് കേട്ടപ്പോൾ ഒന്നും ചമ്മിയിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാം, അതെങ്ങനെയാണ് സുഭാഷ് ചേട്ടനോട് പറയുക, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടിനും താഴെ വരും, എന്നാൽ ഫ്രണ്ടിനും മോളിൽ വരും എന്ന് പറയാം. അപ്പോൾ സുഭാഷ് ചോദിക്കുക, നീ എന്താണ് ഈ പറയുന്നത്, ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അതിൻ്റെ ഇടയ്ക്ക് ബെസ്റ്റി, ഇതെല്ലാം ഒന്ന് തന്നെയല്ലേടാ, എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പം നിധിക്ക് ഒരു സംശയം തോന്നിയിട്ട് നിധി നികേഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നിധി ഫോണിൽ ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കുക. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ മുഴുവൻ ഈ പയ്യനുമായിട്ടുള്ള പലതായ ടൈപ്പ് ഫോട്ടോസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. മൈ ബെസ്റ്റി, മൈ ഫ്രണ്ട്, മൈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിധിക്ക് കാര്യം പിടികിട്ടുകയാണ്, അതത്ര പന്തിയായ ഒരു റിലേഷനൊന്നും അല്ല എന്നുള്ള കാര്യം. അത് നികേഷിനെ ആ ലിങ്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നികേഷിനോട് പറയാം, ഞാനൊരു പ്രൊഫൈൽ ഇട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കേന്ന് പറയാം. അപ്പോൾ നികേഷ് നോക്കുമ്പോഴും ഈ ഫോട്ടോ കാണുക. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ, എന്താടാ എന്താ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിനെ ആ പ്രൊഫൈലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ ഫോട്ടോസും ആ പെൺകുട്ടിയുടെ പ്രൊഫൈലും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുകയാണ് ഇത് വിവാഹത്തിലേക്കൊന്നും എത്തില്ല, വിവാഹത്തിന് വേണ്ടിയിട്ടൊന്നും വന്നതല്ല, വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുകയാണ്. അപ്പോൾ നിധി പറയാ, ഈ പെൺകുട്ടിയുടെ മാട്രിമോണിയിലെ പ്രൊഫൈൽ ഇങ്ങനെയൊന്നും അല്ല, വേറെ രീതിയിലാണ് കിടക്കുന്നത്, അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ, എന്നിട്ട് വന്നപ്പം ഇങ്ങനെ ആളെ ഒരുമാതിരി വടിയാക്കുന്ന രീതിയിലെന്ന് പറയാണ്. അപ്പം സുഭാഷ് ചോദിക്കുക, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നികേഷ് ചോദിക്കുക, അതെ സുഭാഷ് ചേട്ടന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാം, അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ല സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെട്ടോ എന്ന് പറ എന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയാം, ഞാൻ ഇതുവരെ എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കങ്ങനെ പെൺകുട്ടികളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം പറയട്ടെ, എനിക്കെന്തോ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അപ്പോൾ സുധീഷ് ചോദിക്കും, അതെന്താ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത? അല്ല, അവൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, അതിൽ പലതും എനിക്കൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് പോലും കഴിക്കാറില്ല, അതുപോലും അവർ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അത് തന്നെയല്ല, ട്രിപ്പ്, സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി ചോദിച്ചത്. ഒരുപാട് അറിവുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിയും ഞാനും തമ്മിൽ ചേരിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഈ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം പേടിയാണ് എന്ന് പറയണം.
അപ്പം നിധി പറയാ, വേണ്ട സുഭാഷ് ചേട്ടാ, എന്നാൽ ഈ റിലേഷൻ നമുക്ക് വേണ്ട, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ പോവണ്ട എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആ റിലേഷൻ, ആ ഒരു മാട്രിമോണി സൈറ്റിൽ കണ്ട ആ ഒരു ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയാണ് അവർക്ക് തന്നെ മനസ്സിലാകാണ് കേട്ടോ ആ പെൺകുട്ടി എത്ര പന്തിയല്ല ആളെന്നുള്ള കാര്യം. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം നിധി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടും ഒക്കെ. എന്നിട്ട് പറയണം, നമ്മളിപ്രാവശ്യവും സുഭാഷ് ചേട്ടനെ വെറുതെ കൊണ്ടുപോയി ഒരു പെണ്ണ് കാണിച്ചു, ആ വിവാഹം നടക്കുകയില്ല, എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം നമ്മുടെ സുഭാഷ് ആണെങ്കിൽ അടുക്കളയിൽ രാത്രിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം പതിവ് പോലെ തന്നെ നമ്മുടെ സുനന്ദ അവിടെ വരികയാണ്. സുനന്ദയാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ആരും കാണാതെ ഓടി ഒളിച്ച് വരുന്നതാണേ, അടുക്കളയിൽ വന്ന് കയറുക. അപ്പം നിധിയും നികേഷും സുധീഷും ഒക്കെ ഉണ്ട്. അപ്പം നികേഷ് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങളിപ്പോൾ വന്ന് കയറിയത്, നിങ്ങളോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സുനന്ദ പറയുക, അത് ഞാൻ സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ, എനിക്ക് സുഭാഷ് ചേട്ടനെ കാണാതെ ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാന്ന് പറയുക. അപ്പോൾ ഹരീഷ് പറയാ, നിങ്ങൾക്ക് നാണമില്ലേ ഇനിയും വന്ന് വലിഞ്ഞു കയറാൻ, നിങ്ങൾ കണ്ടതല്ലേ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ അടുക്കള വശത്തൂടെ പമ്മി ഇവിടെ വന്ന് കയറും, അതിൻ്റെ പുറകെ നിങ്ങളുടെ വീട്ടുകാർ പോലീസിനെയും കൊണ്ട് ഇവിടെ വന്ന് കയറും, വെറുതെ വഴക്കും അലമ്പും ഉണ്ടാക്കാതെ ഇറങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകത്തില്ല, എന്നിട്ട് ഞങ്ങളെ ചീത്ത കേൾപ്പിക്കാനും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താനുമായിട്ട് എന്നൊക്കെ പറയുക. അപ്പം നിധി പറയുന്നുണ്ട്, അത് ഹരീഷേ നീ മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുഭാഷും പറയും, എന്തിനാ സുനന്ദേ നീ വന്നത്, നീ വരാൻ പാടില്ലായിരുന്നു, നിന്റെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയല്ലേ, അങ്ങനെയുള്ളപ്പം നീ ഇവിടെ വന്ന് കയറിയാ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുക. അപ്പം സുനന്ദ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്, ഞാൻ സുഭാഷ് എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ, എൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുക, വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എല്ലാവരും പുറത്തൊക്കെ പോയിരിക്കുക, വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ, ആ സമയം നോക്കിയിട്ടാണ് ഞാൻ വന്നത്, ഇതിപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്നൊക്കെ ചോദിച്ചങ്ങ് പൊട്ടിക്കരയാണ് നമ്മുടെ സുനന്ദ അവിടെ നിന്ന്. അപ്പോൾ ഇവരെല്ലാം കുറ്റപ്പെടുത്തുക, എന്തിനാ വന്നത്, നിങ്ങൾ വീട്ടുകാരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാൻ വേണ്ടി വന്നതല്ലേ, അല്ലാതൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വിവാഹം കഴിക്കാൻ, അതില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ അടുക്കള പുറത്ത് വന്നിന്ന് കരയുന്നേ എന്നൊക്കെ ചോദിക്കുക സുധീഷും നികേഷും ഒക്കെ. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, അതെ സുനന്ദ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഭാസ്കരൻ കണ്ടോട്ട് വരുന്നത്. ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആടെ നിൽക്കുന്നു സുനന്ദ. ഉടനെ ഭാസ്കരൻ പറയും, ആഹാഹാ വന്നല്ലോ അടുക്കള പുറത്തൂടെ, എടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളാടി എൻ്റെ വീടിൻ്റെ പടി കയറരുതെന്ന്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്, ഇനിയിപ്പോൾ അടുത്ത കോലാഹലത്തിന് നിൻ്റെ അമ്മയും അതുപോലെ വലിയച്ഛനും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, അതിന് വേണ്ടിയിട്ട് അവൾ ഓരോ കള ഒഴുക്കുക, എത്ര പറഞ്ഞാലും നീ മനസ്സിലാക്കത്തില്ലേ, എൻ്റെ പിള്ളേർ നിൻ്റെ വീട്ടിൽ വന്നപ്പം നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആട്ടി ഇറക്കി വിട്ടില്ലേ, നാട്ടുകാരുടെ മുമ്പിൽ അവരെ അപമാനിച്ച് വിട്ടില്ലേടി, അങ്ങനെയുള്ളടത്ത് നീ പിന്നെ എന്തിനാണ് ഇവിടെ കയറി വരുന്നത്, ഇനിയും പ്രശ്നം ഉണ്ടാക്കാനല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സുനന്ദ അവിടെ നിന്ന് കരയാണേ, അതെ അമ്മാവ അങ്ങനെയല്ല, നീ എൻ്റെ അമ്മാവ കുമ്മാവ, നീ ഒന്നും വിളിക്കണ്ട, നീ ഇവിടെ വരികയും വേണ്ട ഒന്നും വേണ്ട, നീ ഇറങ്ങിപ്പോ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ഭാസ്കരൻ നല്ല ചൂടാവുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതച്ഛാ അങ്ങനെയൊക്കെ പറയാതെ, സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനോട് എന്തോ സംസാരിക്കാനുള്ളത് കൊണ്ട് വന്നതല്ലേ എന്ന് പറയാം. അപ്പം ഭാസ്കരൻ പറയാം, നിധി നിനക്കറിയാൻ പാടില്ല എന്നിട്ടാ, നീ മിണ്ടാതിരിക്കുക, ഇവളെ പെരും കളിയാണ് ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് ഇവളും കളിക്കുന്നതാ, ഞങ്ങളെ മനഃപൂർവ്വം കരിവാരി തേക്കാനും പോലീസ് സ്റ്റേഷൻ കയറ്റാനും വേണ്ടിയിട്ട് ഇവളും കൂടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കൂടിയിരിക്കുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അല്ല പിന്നെ ഇവക്ക് നിവർന്ന് നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലേ, പിന്നെ എന്തിനാ ഇവൾ ഈ അടുക്കള പുറത്തൂടെ ഇവിടെ വന്ന് കയറുന്നത്, ഇവക്ക് നേരെ വന്നൂടെ, ഇവക്ക് കാര്യം ഇവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞൂടെ, നീ ഇറങ്ങിപ്പോടി നീ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കേട്ടോ ഭാസ്കരൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ സുനന്ദ ഇറങ്ങി ഓടുന്നുമുണ്ട് കേട്ടോ. അപ്പോഴും നിധിക്ക് ഭയങ്കര വിഷമാവുകയാണേ, അങ്ങനെ നിൽക്കുകയാണ്. അതിനൊക്കെ ശേഷം നിധി സുധീഷുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം പറയുന്നുണ്ട്, അതെ സുഭാഷ് ചേട്ടൻ്റെ കാര്യം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് സുധീഷ്, നിധി നീ കണ്ടതല്ലേ, അത് നടക്കാനൊന്നും പോകുന്നില്ല, സുഭാഷ് ചേട്ടന് പറ്റിയ പെണ്ണ് സുനന്ദ തന്നെയാണ്, സുനന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ ആയിരിക്കാം, സുഭാഷ് ചേട്ടനും ഇഷ്ടമാണ്, പക്ഷേ ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണേ. അപ്പോൾ ഉടനെ നിധി പറയാം, അത് നമുക്ക് നടത്തിയാലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ സുഭാഷ് ചേട്ടനെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുവരാം, ഞാൻ സുനന്ദയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമ്പലത്തിൽ കൊണ്ടുവരാം, അങ്ങനെ രണ്ടുപേരുടെയും കൂടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താം, സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരട്ടെ, സുഭാഷ് ചേട്ടനുമായിട്ട് ഒന്നിച്ച് ജീവിക്കട്ടെ, അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുത്താലോ എന്ന് പറയാം. അപ്പം ഉടനെ സുധീഷും നികേഷും ഒക്കെ പറയാം, ഇത് വല്ലതും നടക്കുമോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സുനന്ദ ഇറങ്ങി വരാനും പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ നിധി പറയാം, അല്ല സുനന്ദ വരും, സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനും ഒത്ത് ജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് സുനന്ദ എന്തായാലും ഇറങ്ങി വരുമെന്ന് പറയുകയാണേ.
അപ്പം സുധീഷും നികേഷും ഒക്കെ പറയാം അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടനെയും നമുക്ക് കൊണ്ടുവരാം, അവരുടെ വിവാഹം തന്നെ നമുക്ക് നടത്താമെന്നും പറയുകയാണേ. അപ്പം ഉടനെ നിധി പറയുന്നുണ്ട് ശരി എന്നാൽ അങ്ങനെ തീരുമാനിക്കാം, നിങ്ങൾ സുഭാഷ് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം, ഞാൻ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സുധീഷ് പറയാം എങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ, ഒളിച്ചോടി വരുന്ന കല്യാണമല്ലേ അത് ഞാനങ്ങ് നടത്തി തരാം അതെന്ന് പറയുമ്പോഴേക്കും നികേഷ് പറയാം ഓ ഒളിച്ചോടി കല്യാണം കഴിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് നടത്താമല്ലോ എക്സ്പീരിയൻസ്. അന്നേരം സുധീഷ് പറയാം അതെ അതെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം, നിധി എങ്ങനെയെങ്കിലും സുനന്ദയെ അവിടെ എത്തിച്ചാൽ മതി, സുഭാഷ് എന്നെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ വെച്ചു, നമുക്ക് അങ്ങനെ വിവാഹം നടത്താം. അതുപോലെ നിധി ഒരു കാര്യം കൂടെ സുനന്ദയോട് പറഞ്ഞേക്കണം, പോരുമ സർട്ടിഫിക്കറ്റ്സ് ഐഡൻറ്റിറ്റി കാർഡ് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഡോക്യുമെൻസും എടുത്തോണ്ടേ പോരാവുള്ളൂ, അല്ലാതെ താൻ വന്ന പോലെ ഒന്നുമില്ലാതെ വീട്ടിൽ വെച്ചിട്ട് പോരരുതെന്ന്. അപ്പം നിധി ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ സുധീഷിനെ, നല്ല ദഹിച്ചു പോവാണ് സുധീഷെ. അപ്പോൾ പറയണേ ശരി ഓക്കെ എന്നാൽ നമുക്ക് സുഭാഷ് ചേട്ടനെ പോയി കണ്ട് സംസാരിച്ചാലോ എന്ന് പറയുകയാണേ. അന്നേരം നിധി പറയാം ഞാൻ പോയിട്ട് സുനന്ദയെ സംസാരിക്കാമെന്ന് പറയാം. അങ്ങനെ നിധി അമ്പലത്തിലേക്ക് പോയി അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സുനന്ദ അമ്പലത്തിൽ വരിക, വന്ന പാടെ നിധിയെ കാണുമ്പോൾ സുനന്ദ അങ്ങോട്ട് വരിക, വന്നിട്ട് നിധിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിധിയോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് സുനന്ദയോട് നിധി പറയുന്നുണ്ട് അതെ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ എന്നിട്ട് സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് തൊഴാനൊന്നും പോകാതെ തന്നെ സുനന്ദ അവിടെ ഇരിക്കുക. അപ്പോൾ സുനന്ദയോട് നിധി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുക. എൻ്റെ വിവാഹം ഉറപ്പിച്ചത് അറിഞ്ഞില്ലേ, എനിക്ക് സുഭാഷ് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് സുഭാഷ് ചേട്ടനുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നിട്ട് ഇനിയിപ്പോൾ സുഭാഷ് ചേട്ടനില്ലാതെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല നിധി എന്ന് പറയുക. അപ്പോൾ നിധി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ വീട്ടുകാരെ ധിക്കരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ സുനന്ദ പറയാം എനിക്കറിയില്ല, വീട്ടുകാരെ ധിക്കരിക്കുമ്പം എൻ്റെ കാലിൻ്റെ മുട്ട് വിറയ്ക്കും, ഒന്ന് നേരെ നിന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല, പക്ഷേ സുഭാഷ് ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പയ്യൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷേ അയാളോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, ജീവിച്ചാലോ മരിച്ചാലോ എന്ന് വരെ തോന്നുക എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സുനന്ദ, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്ക്, വീട്ടുകാരെ ധിക്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ സുനന്ദ പറയേ വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങി പോരണമെന്നോ, അതെ വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങി പോരണം, ഏതായാലും സുഭാഷ് ചേട്ടനൊത്ത് ജീവിക്കാൻ അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക, ഇവിടെ വന്ന് അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ച് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ അന്തം വിട്ടു പോവാണ് സുനന്ദ. അപ്പോൾ നിധി പറഞ്ഞു കൊടുക്കുക ദേ ഇപ്പോൾ 8 മണിയായി, ഇനി ഒരുപാട് സമയം ഇവിടെ ഇരുന്നാൽ വീട്ടുകാർക്ക് സംശയം വരും സുനന്ദയെ. അപ്പോൾ സുനന്ദ പറയാം ശരിയാ, എന്നോട് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വരണമെന്നാണ് എല്ലാവരും പറഞ്ഞത്, വീട്ടിലാരും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ഇല്ല, വീട്ടിലുള്ളവരൊക്കെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തൊക്കെ പോയിരിക്കുക, മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ നിധി പറയാം അപ്പോൾ ശരി ഗുഡ് ഐഡിയ, ആ സമയത്ത് വേണം സുനന്ദ അവിടുന്ന് ഇറങ്ങാൻ, ഒരു 10 മണിയാകുമ്പം ഇവിടെ വരണം, വരുന്ന വഴിക്ക് എല്ലാ ഡോക്യുമെൻസും എടുത്തോണം, സർട്ടിഫിക്കറ്റ്സും ID കാർഡും എല്ലാം എടുത്തിട്ട് ആരും കാണാതെ ഈ അമ്പലത്തിൽ ആ സമയത്ത് വരിക, സുഭാഷ് ചേട്ടനെ ആ സമയത്ത് ഞങ്ങളിവിടെ എത്തിക്കും, സുഭാഷ് ചേട്ടനും സുനന്ദയുമായിട്ടുള്ള വിവാഹം ഈ അമ്പലത്തിൽ വെച്ച് നടത്തും, എന്നിട്ട് വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവും, അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറയണം. അപ്പം സുനന്ദ ചോദിക്കുക അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാവില്ലേ, വീട്ടുകാരൊക്കെ വഴക്കുണ്ടാവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളി വഴക്കുകളും പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനും എല്ലാം ഉണ്ടാവും, ഇതൊക്കെ നേരിടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ സുനന്ദ അങ്ങനെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയാണ്. അപ്പോൾ സുനന്ദ പറയാണ് ശരി ഞാൻ ചെയ്യാം, ഞാൻ ഒളിച്ചോടി വരാമെന്ന് പറയാം, എന്നാൽ ശരി പോയിട്ട് 10 മണിയാകുമ്പോൾ ഈ അമ്പലത്തിൽ എത്തണം, ഞങ്ങളിവിടെ കാണും സുഭാഷ് ചേട്ടനുമായിട്ട് എന്ന് പറയാണ്. എന്നിട്ട് നേരെ ചെല്ലാണ് നിധി, സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് നിധിയും അനിയന്മാരും കൂടെ ചെന്നിട്ട് സുഭാഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സുഭാഷ് പറയും നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇപ്പം ഇന്ന് വിവാഹം കഴിക്കാനോ എങ്ങനെ, അപ്പോൾ ഇതെല്ലാം നിധി പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും സുനന്ദ വരും, ഇതല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല, സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഒത്ത് ജീവിക്കണം, സുഭാഷ് ചേട്ടന് സുനന്ദ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക. അതെ, അപ്പോൾ പിന്നെ സുഭാഷ് ചേട്ടനും ഈ റിസ്ക് എടുക്കണം, 10 മണിയാകുമ്പോൾ സുനന്ദ അമ്പലത്തിൽ വരും, ആ സമയത്ത് ഒരുങ്ങി സുഭാഷ് ചേട്ടനും അവിടെ എത്തണം, അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും സുധീഷ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് 2 പേരും താലി കെട്ടുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ, അതിനുശേഷം സുനന്ദയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ, അതൊക്കെ നമുക്കങ്ങ് നേരിടാം, സുഭാഷ് ചേട്ടൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാം
ഞാൻ തയ്യാറാണ്, നിങ്ങളൊക്കെ പറഞ്ഞല്ലേ ശരിയെന്ന് പറയാം. അപ്പോൾ ഇവർക്ക് സന്തോഷമാവുകയാണേ. അങ്ങനെ സുഭാഷിനെ നല്ല വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇടിപ്പിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവരിക. അമ്പലത്തിലാണെങ്കിൽ സുധീഷ് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു. പൂജാരിയൊക്കെ കണ്ടിട്ട് എല്ലാം താലിയൊക്കെ പൂജിച്ചു വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളും വിവാഹത്തിന് മുഹൂർത്തമൊക്കെ കുറിച്ച് വെച്ചു. 10:20 സമയം കുറിച്ച് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മുടെ സുനന്ദ ഇങ്ങ് വന്നാൽ മതി. സുനന്ദയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് വീട്ടിലെ. സുനന്ദയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ ഉടുത്തു, തീരുമാനിച്ചു പോയേക്കാന്ന്. ബാഗൊക്കെ എടുത്തു. ബാഗിലാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നിധി പറഞ്ഞ പോലെ ID കാർഡ് കാര്യങ്ങളെല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്ത് വയ്ക്കുകയാണ്. വച്ചിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഞാൻ പോവാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഒരുപാട് വിഷമാവും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, പോകാതിരിക്കാനും വയ്യ, പാവ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുനന്ദയെ കെട്ടിപ്പിടിക്കുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നതും അങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. മുത്തശ്ശി മാത്രം അവിടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഇറങ്ങാം എന്നുള്ള ധാരണയിലിരിക്കുക. ഫോൺ വിളിക്കുകയാണ് കേട്ടോ നിധി. ഫോൺ വിളിക്കുമ്പോഴൊന്നും സുനന്ദയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. കാരണം മുത്തശ്ശി ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ സുനന്ദ തീരുമാനിക്കുകയാണ് ഇറങ്ങിയേക്കാന്ന്. ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. മുത്തശ്ശിയാണെങ്കിൽ ഒരു സീരിയൽ കണ്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് സുനന്ദ ഈ ബാഗൊക്കെ എടുത്തിട്ട് പതുക്കെ അവിടുന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സുനന്ദയുടെ അമ്മ വരികയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്